ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ അനിയത്തിയുടെ പ്രസവം കഴിഞ്ഞിട്ട് 40th ഡേ ആഘോഷിക്കുമല്ലോ, അത് ആഘോഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അന്ന് നോമ്പായിരുന്നു. നോമ്പ് 18 40 ദിവസം ആയിട്ടുണ്ടായിരുന്നേ. അപ്പം അന്ന് ആഘോഷിച്ചിട്ടുണ്ടായിരുന്നില്ല, മാറ്റി വെച്ചു. പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് ആഘോഷിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അത് നാളെയാണ്. അപ്പം ഇന്ന് ഉണ്ണിക്ക് ചെറിയ എന്തെങ്കിലും സ്വർണ്ണടിക്കുന്ന ഞങ്ങളുടെ 40th ഡേ ഫങ്ഷൻ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും സ്വർണ്ണടിക്കുക അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ സ്വർണ്ണടിക്കും. അപ്പം ഞാനെന്തെങ്കിലും ഇടണ്ടേ, മൂത്തുമ്മയാണല്ലോ. അപ്പോൾ ഇന്ന് കടയിൽ പോകുന്നുണ്ട് വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കുഞ്ഞു വ്ളോഗാണ്. അപ്പോൾ നാളത്തെ ഫംഗ്ഷനും ഇന്നത്തെ രണ്ടും ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാന്നാണ് വിചാരിക്കണേ. അപ്പോൾ നമുക്ക് കടയിൽ പോയിട്ട് വരുമ്പോൾ സമയം ഒരു വൈകുന്നേരമായിട്ട് വെയിലൊക്കെ ആറിയിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട്, ചുച്ചുകുട്ടീനെ ഉറക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം. അങ്ങനെ നമ്മുടെ കുഞ്ഞിച്ചക്കൻക്ക് സ്വർണ്ണം എടുക്കാൻ വേണ്ടിയിട്ട് ഇതേ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിന്നൂസിനും പിപ്പിക്കുട്ടീനെയും കൊണ്ടുപോകുന്നുണ്ട്. ഉമ്മച്ചി ഞാനും കൂടിയാണ് പോകുന്നത്. നമ്മുടെ ചുച്ചുകുട്ടി ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഉറങ്ങിയപ്പോൾ തന്നെ നമ്മൾ ഇറങ്ങി. അങ്ങനെ റോഡ് എത്തിയപ്പോഴത്തേനും പരിചയമുള്ള ഒരു ഓട്ടോറിക്ഷ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2-3 കടയിലൊക്കെ കയറാനുണ്ട് കേട്ടോ. ആദ്യം തന്നെ നമ്മൾ ഗോൾഡ് വാങ്ങാനാണ് പോയത്. 1 ഗ്രാമിൻ്റെ ഒരു വളയാണ് നമ്മൾ ഉദ്ദേശിച്ച് പോകുന്നത്. അപ്പോൾ ചെന്നപ്പോൾ തന്നെ നമുക്ക് കുറേ വളകളൊക്കെ കാണിച്ചു തന്നു. അങ്ങനെ അധികം സെലക്ഷൻസ് ഒന്നും നോക്കിയില്ല. നമ്മൾ വേഗം തന്നെ ഒരു വള എടുത്തു. നമ്മൾ വേഗം ഇറങ്ങാനിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ വീഡിയോ ഷോർട്ടായിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നേ. അത് കാരണം വളയുടെ വീഡിയോ ഇതിലില്ല. അപ്പോൾ ഞാൻ വാങ്ങിയ സമയത്ത് 1 ഗ്രാമിന് 10,000 രൂപയോളം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. 10,000-ന് 30 രൂപയ്ക്ക് കുറവുണ്ടായിരുന്നുള്ളൂ. ഉമ്മച്ചി വീട്ടിൽ നിന്ന് മാല വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തിരി കുറവുണ്ടായിരുന്നു തോന്നുന്നു. ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് നല്ല കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ സ്വർണത്തിൻ്റെ വില. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ പോയത് ഒരു തുണിക്കടയിലേക്കാണ്. അപ്പോൾ വല്യമ്മ ഡ്രസ്സ് വാങ്ങിക്കാൻ പറഞ്ഞ് പൈസ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വല്യമ്മക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഡ്രസ്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇപ്പം ഇടിക്കാം വലുതല്ല, ഇപ്പോൾ കറക്റ്റ് ആയിരിക്കും കേട്ടോ നമ്മുടെ ചെക്കന്. അപ്പോൾ ആ ഡ്രസ്സ് വാങ്ങിച്ചു. പിന്നെ ഞാനാണെങ്കിലും ഉണ്ണിക്ക് ഡ്രസ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഈ ഡ്രസ്സൊക്കെ പെരുന്നാളിന് മീഷോയിൽ നിന്നാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തന്നെ ഞാൻ ഉണ്ണിക്കും ഐശുക്കുട്ടിക്കും വേണ്ടിയിട്ട് ഡ്രസ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉണ്ണിക്കാണെങ്കിൽ കോംബോ സെറ്റ് ആയിട്ടാണ് കേട്ടോ വീട്ടിലിടുന്ന 5 എണ്ണത്തിൻ്റെ ഒരു കോംബോയും പിന്നെ നല്ല ഡ്രസ്സ് 3 എണ്ണത്തിൻ്റെ കോംബോ ആയിട്ടാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ വീഡിയോ ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ചതാണ്, വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഐശുക്കുട്ടിക്ക് ഒരു ജോഡി ഡ്രസ്സും പിന്നെ സോക്സ്, ഉണ്ണിക്ക് ഡ്രസ്സിന് സോക്സും പിന്നെ ബേബി സെറ്റ്, ലോഷൻ, പൗഡർ അങ്ങനത്തെ ഒരു സെറ്റും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ കടയിൽ നിന്ന് ഡ്രസ്സ് വാങ്ങിച്ചു. പിന്നെ നേരെ ബേക്കറിയിലേക്ക് പോയി ഷെയ്ക്ക് കുടിച്ചു കേട്ടോ. എനിക്ക് തണുത്തത് എന്തെങ്കിലും കുടിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മച്ചിനോട്. അപ്പം നമ്മൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഷെയ്ക്ക് വാങ്ങിച്ചു. പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോരാനിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കുട്ടീസ് ഭയങ്കര കളിയാണ് കേട്ടോ. ഇവർ ഉറങ്ങിയിട്ട് വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്കും ഞാനും ഉറങ്ങിയിട്ടുണ്ടാവും. അത് കാരണം പിന്നെ എല്ലാവരും ക്ഷമിക്കുക. പിന്നെ നമ്മൾ വൈകുന്നേരം രാത്രി ഇപ്പോൾ വിഷുവിൻ്റെ തലേ ദിവസം ഇരുന്നു കേട്ടോ. വിഷുവിൻ്റെ അന്നാണ് നാൽപ്പുള്ളി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഉപ്പച്ചി പടക്കം വാങ്ങിച്ച് കുട്ടീസിന് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പൂത്തിരിയും മേശപ്പും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചാച്ച വന്നപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്നു. അങ്ങനെ പൊട്ടിക്കുന്നതാണ്. കഴിയട്ടെ.
പിപ്പിക്കുട്ടിക്കാണെങ്കിൽ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ കമ്പിത്തിരി കത്തിക്കാൻ പിടിക്കാനായിട്ടും. അപ്പം ഞാൻ പിടിക്കാൻ നോക്കിയിട്ടൊന്നും ആള് കൂട്ടാക്കണുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ കമ്പിത്തിരി കുറേ കത്തിച്ചിട്ട പല കളറിലുണ്ടായിരുന്നു, റെഡ്, ഗ്രീന്, ഗോൾഡൻ കളറ്, അങ്ങനെ കമ്പിത്തിരി മേശാപ്പൂ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുട്ടീസിന് പടക്കം പേടിയായതുകൊണ്ട് നമ്മൾ പടക്കമൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മുടെ കമ്പിത്തിരി മത്താപ്പൂത്തിരിയൊക്കെ കത്തിക്കൽ കഴിഞ്ഞപ്പോൾ പിന്നെ അകത്തേക്ക് വന്നു. നാളത്തേക്കുള്ള ഡെക്കറേഷൻ പരിപാടിക്കുള്ള ബലൂണൊക്കെ കുറേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ കുട്ടീസിൻ്റെ ബലൂൺ കിട്ടുമ്പോൾ പിന്നെ അത് വീർപ്പിച്ച് കൊടുത്ത് തട്ടിക്കളിക്കലായല്ലോ. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ബലൂണൊക്കെ നമ്മൾ വീർപ്പിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് കുറേ നേരം കളിച്ചു കൂട്ടാം. പിന്നെ കിച്ചണിൽ നോക്കിയപ്പോൾ ഉമ്മച്ചിക്ക് നല്ല ബിസി ആയിരുന്നു. വല്യമ്മ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വല്യമ്മ അച്ചാറിടാനും പിന്നെ നാളത്തേക്കുള്ള ബീഫ് കറി ഇന്ന് തന്നെ വെക്കുകയാണ് ഉമ്മച്ചി. നാളെ എല്ലാം കൂടി പറ്റില്ലെങ്കിലോ എന്ന് ചോദിച്ചിട്ട് നമ്മൾ എല്ലാതും വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. കുഞ്ഞമ്മ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കുഞ്ഞമ്മ നെയ്ച്ചോറൊക്കെ വെക്കുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതേ മാങ്ങ കുറേ അപ്പുറത്തെ വീട്ടിൽ നിന്ന് നമുക്ക് മാങ്ങ കുറേ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം വല്യമ്മ അതൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് നുറുക്കി അച്ചാറൊക്കെ ഇട്ടു കേട്ടോ. വല്യമ്മ എല്ലാം വല്യമ്മയുടെ കൈപ്പുണ്യാണ്. അപ്പോൾ വല്യമ്മ ഉണ്ടാക്കുന്നത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ മാങ്ങൊക്കെ അച്ചാറിട്ട് പിന്നെ ഇഞ്ചമ്പുളി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അത് കാണിക്കാൻ വിട്ട് പോയിട്ടാ. വല്യമ്മ ഇഞ്ചമ്പുളിയും അച്ചാറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ബീഫ് കറി ഇപ്പോഴത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉരുളൻകിഴങ്ങ് ഇട്ടിട്ടൊന്ന് തിളപ്പിക്കുന്നതാണ്. നാളത്തേക്കുള്ളത് വേറെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കൂട്ടി ചോറൊക്കെ കൊടുത്തു. പിന്നെ പെരുന്നാളിന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന മൈലാഞ്ചി ട്യൂബ് ഇരിക്കുന്നുണ്ടപ്പോൾ ദേ നിന്നസിന് അപ്പം മൈലാഞ്ചി ഇടണം. അപ്പോൾ നാളെ നാൽപ്പുള്ളിയാണ്, ആളുകളൊക്കെ വരുന്നു പറഞ്ഞപ്പോൾ ആളെന്തോ ഒരു ആഘോഷമൊക്കെ ആണെന്ന് അവർക്ക് മനസ്സിലായി. അപ്പോൾ മൈലാഞ്ചി ഇടുന്നെന്ന് പറഞ്ഞ എല്ലാവരും, നിന്നസ് അങ്ങനെ പറയുമ്പോൾ പിന്നെ ബാക്കിയുള്ള താഴെയുള്ള എല്ലാവരും മൈലാഞ്ചി ഇട്ട് വരാൻ പറഞ്ഞിട്ട് എൻ്റെ ചുറ്റിൽ നിൽക്കായിരുന്നു കേട്ടോ. അങ്ങനെ അവർക്ക് ഫുള്ളും ബാക്ക് സൈഡിൽ കുറച്ച് ഡിസൈനൊക്കെ ഇട്ട് കൊടുത്തു. നിന്നസിനാണെങ്കിൽ അവൾ പറയുന്ന പോലെ തന്നെ ഡിസൈൻ വരച്ചു കൊടുത്തില്ലെങ്കിൽ അവൾ ആകെ കലിപ്പാകും കേട്ടോ. അങ്ങനെ കൈയുടെ ഉള്ളിൽ ഫുള്ളും വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചീത്തൊക്കെ പറഞ്ഞ് ഇട്ട് കൊടുക്കുകയാണ്. എനിക്ക് വയ്യ, എന്നിട്ട് നിനക്ക് ഫുള്ളിൻ്റെ കല്യാണമാണോ നടക്കണമെന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറേ ചീത്ത പറഞ്ഞു കേട്ടോ. എന്നിട്ട് ഇതേ കുഴപ്പമില്ലാത്ത ഡിസൈനൊക്കെ ഞാൻ വരച്ച് കൊടുക്കുന്നുണ്ട്. നിന്നൂസിൻ്റെ മുഖം എപ്പോഴും തെളിഞ്ഞിട്ടില്ല കേട്ടോ. നിന്നൂസ് കലിപ്പിലായിട്ടിരിക്കുന്നുണ്ട്. പിപ്പിക്കുട്ടിക്കാണെങ്കിൽ ഞാൻ എങ്ങനെ ഇട്ട് കൊടുക്കുന്ന ഡിസൈനുകൾ ആൾ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല, ആൾക്ക് നല്ല ഹാപ്പി ആയിരിക്കും കേട്ടോ നമ്മൾ ചെയ്ത് കൊടുക്കുന്നതൊക്കെ ആൾക്ക്. പക്ഷേ നിന്നൂസ് അങ്ങനെയല്ല, നിന്നൂസ് വിചാരിച്ച പോലെ തന്നെ എല്ലാം ചെയ്യണം. അങ്ങനെ എല്ലാവരുടെ കയ്യുമ്മലും എന്തെങ്ങാണ്ടൊക്കെ കാട്ടിക്കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം പിന്നെ നമ്മൾ വേഗം കിടന്നുറങ്ങാണ് ഉണ്ടായിരുന്നത്. പിന്നെ പിറ്റേ ദിവസം എല്ലാവരും നല്ല ഉറക്കമാണ് കേട്ടോ. ഞാൻ എണീറ്റ് നോക്കുമ്പോഴത്തേനും എല്ലാവരും കിച്ചണിൽ നല്ല പണി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ പതുക്കെ എണീറ്റ് ചെന്നപ്പോഴത്തേനും അവരൊക്കെ നല്ല ബിസി ആയിരുന്നു കേട്ടോ. അങ്ങനെ സുറുമി മേശമ്മൽ സവാള അരിയുന്നുണ്ടായിരുന്നു. പിന്നെ ഉമ്മച്ചി ഇഡ്ഡലി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു, ദോശ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ദോശയൊക്കെ ചുട്ടു. പിന്നെ ബലൂണൊക്കെ കുറേ വീർപ്പിക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സുറുമി അളിയനും കൂടിയിട്ട് ബലൂണൊക്കെ വീർപ്പിച്ച് സെറ്റാക്കി. നമ്മുടെ ഒരു പ്രാവശ്യത്തെ ഇഡ്ഡലിയൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കാലത്ത് തന്നെ പോയിട്ടാണ് നമ്മുടെ നെയ്ച്ചോറ് ചിക്കൻ കറിയൊക്കെ വെക്കാനുള്ള സംഭവങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ആദ്യം തന്നെ ന്യൂസ് എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അപ്പുറത്തെ വീട്ടിൽ അജിതേശ്വരി വീട്ടിൽ കണി ഉണ്ടെന്ന് പറഞ്ഞ് ഉമ്മച്ചി പറഞ്ഞ് അങ്ങോട്ട് കണി കാണാൻ വേണ്ടി പോയിക്കോന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ചെന്നപ്പോഴത്തേനും കണ്ടോന്നൊക്കെ പറഞ്ഞ് അജിതേച്ചി ഞങ്ങളെ കാണിച്ചു തന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കണ്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ വിഷുക്കണി കാണുന്നത്. അങ്ങനെ നമ്മൾ ഡെക്കറേഷനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വൈറ്റ് ആൻഡ് ബ്ലൂ കളറിലുള്ള ഒരു ബലൂൺസാണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഐസാൻ ഹാലിം എന്നാണ് ഉണ്ണിയുടെ പേര്. അപ്പോൾ അതിൻ്റെ ഫോയിൽ ബലൂൺസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. വേറെ വലിയ ഡെക്കറേഷൻസ് ഒന്നുമില്ല. അങ്ങനെ അളിയൻ അതെല്ലാം സെറ്റ് ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും മൂന്നാളെയും കുളിയൊക്കെ കഴിഞ്ഞു. മൂന്നാളല്ല, ഐശുക്കുട്ടീനും 4 ആളെയും ഞാൻ കുളിപ്പിച്ച് കഴിഞ്ഞിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ ഇഡ്ഡലിയും ദോശയും ചട്നിയൊക്കെ കൊടുത്തു.
അങ്ങനെ കുളിയും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ പകുതി സമാധാനം. പിന്നെ ഞാനും പോയി കുളിച്ചു. അപ്പോഴത്തേനും കുഞ്ഞുമ്മ വന്നിട്ട് കുഞ്ഞുമ്മയുടെ പണികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ആദ്യം തന്നെ ചിക്കൻ കറി വെച്ചു. ചിക്കൻ പൊരിച്ചത് ഇങ്ങനെ കണ്ടപ്പോൾ കുട്ടീസിന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞുമ്മ. അങ്ങനെ കുട്ടീസ് അതെടുത്ത് കഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ചാച്ചി ചിന്നു ചൂടുണ്ടാ? വീഴുതിട്ടാ അരച്ചി നോക്കി. അതിനിടയിൽ വരുന്നവർക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് ജ്യൂസൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മാങ്ങ ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മുടെ ഡെക്കറേഷൻസ് ഒക്കെ ഫുള്ള് റെഡിയായി സെറ്റായി. പിന്നെ ഒരു 11 മണി 12 മണി അവർ വരാനായപ്പോഴത്തേനും നമ്മൾ കുട്ടീസിനൊക്കെ ഒരുക്കി എല്ലാവരും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കുട്ടീസിൻ്റെ ഡ്രസ്സ്. 3 ആൾക്കും ഒരേപോലത്തെ ബനിയനാണ് കേട്ടോ. നിന്നൂസിനും പിപ്പിക്കുട്ടിക്കും ഐശുക്കുട്ടിക്കും ചുച്ചുക്കുട്ടിക്കും അതേപോലത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവൾക്ക് വേറൊരു വൈറ്റ് കളറിലുള്ള ഡ്രസ്സാണ്. അപ്പോഴത്തേനും അമ്മായിയും കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെന്താ എല്ലാവരും കൂടി ഫോട്ടോ ഒക്കെ എടുക്കലായി. നല്ല രസമായിരുന്നു കേട്ടോ. ആ ഒരു ഡെക്കറേഷൻ്റെ ഫ്രണ്ടിലിരുത്തി എല്ലാവരും കുട്ടീസിനെല്ലാവരും കൂടി ഫോട്ടോ എടുത്തു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ വിരുന്നുകാരെത്തിയിട്ടുണ്ടായിരുന്നു. സുറുമിയുടെ വീട്ടിൽ നിന്ന് ഉമ്മ, ചേഷ്ടത്തിമാർ, കുട്ടികൾ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്നപ്പോൾ തന്നെ മാംഗോ ജ്യൂസ് കൊടുത്തു. അതിനുശേഷം പിന്നെ നമ്മൾ ഒട്ടും വൈകിച്ചില്ല, പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാൽപ്പുള്ളിക്ക് വേണ്ടിയിട്ട് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉണ്ണിക്കും അവളും ഡ്രസ്സൊക്കെ മാറ്റി വന്നു. എന്നിട്ട് ഉണ്ണീനെ മേശമ കെടുത്തിനി സ്വർണ്ണ ഇടിക്കൽ ചടങ്ങാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നൂല് അരയിൽ കെട്ടും. അങ്ങനെ പിന്നെ കറുത്ത ചിരടും കെട്ടും. അതിനുശേഷം പിന്നെ സ്വർണ്ണങ്ങളൊക്കെ ഓരോന്നായിട്ട് ഇടിക്കും. അപ്പോൾ നിന്നൂസ് വള ഇടിയിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും സ്വർണ്ണമൊക്കെ ഇടിയിക്കുകയാണ്. അപ്പോൾ മാല വീട്ടിൽ നിന്നുണ്ടായിരുന്നു. പിന്നെ അവർ താളയും വാളയും ഒക്കെ ഇടുന്നുണ്ടായിരുന്നു. പിന്നെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ. ഇതൊക്കെ നടക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ചെക്കൻ ഇതൊന്നും അറിയുന്നില്ല കേട്ടോ. നല്ല ഉറക്കമാണ്. കുളി കഴിഞ്ഞിട്ട് ഉറങ്ങുന്നതാണ്. സംഭവങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. സ്വർണ്ണ ഇടിക്കുന്ന സംഭവങ്ങളൊന്നും. ആൾ നല്ല ഉറക്കമായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ബിരിയാണി പൊട്ടിച്ചു, ദമ്മ് പൊട്ടിച്ചു. നമ്മുടെ എല്ലാവർക്കും കുട്ടീസിനെല്ലാവർക്കും നിലത്ത് പായിട്ട് വാഴല എടുത്ത് അതിൽ ചോറ് കൊടുക്കാനിട്ടുണ്ടായത്. അപ്പോൾ അവർ മേശമേൽ എത്തൂലല്ലോ. അപ്പോൾ നമ്മൾ പായയിൽ ഇട്ട് കുട്ടീസിനെല്ലാവർക്കും കൊടുത്തു. അപ്പോൾ അവരിഷ്ടത്തിന് കഴിക്കട്ടെ. എന്നിട്ട് പിന്നെ നമ്മൾ വാരി കൊടുക്കാമല്ലോ. അപ്പോൾ ഞാനും പിപ്പിക്കുട്ടി ഇത്തിരി കഴിച്ചു തന്നിട്ട് പിന്നെ ഞാൻ അവിടെ ഇരുന്ന് വാരി കൊടുത്തു കേട്ടോ. പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാവരും നല്ല ഉഷാറായി. കുറേ നേരം കളിയും ഡാൻസൊക്കെ ആയിരുന്നു കേട്ടോ. അതിനുശേഷം പിന്നെ എല്ലാവരും റെസ്റ്റ് എടുത്ത് കുറേ നേരം ഇങ്ങനെ കിടന്നു. അതിനുശേഷമാണ് അവർ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പോകാൻ നേരത്ത് എല്ലാവരും ഉണ്ണി അപ്പോഴത്തേനും ചെറുതായിട്ട് കണ്ണൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വേറെ ഡ്രസ്സ് ആദ്യം നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു വൈറ്റും ബ്ലൂവും കളറിലുള്ള ഡ്രസ്സ് ഇടിച്ചിട്ടും കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു 3 മണി 3:30 ആയപ്പോഴത്തേനും എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മായിമാരും കുഞ്ഞുമൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. ബാക്കി സുറുമിയുടെ വീട്ടിൽ നിന്ന് വന്നവരൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വയ്യാണ്ടായിട്ട് ഞാനിങ്ങനെ എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഫോട്ടോസൊക്കെ നമ്മൾ ഈ വീഡിയോയുടെ ലാസ്റ്റ് എന്തായാലും കാണിക്കാം കേട്ടോ. അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. ബലൂണൊക്കെ അപ്പം തന്നെ കുട്ടീസ് എല്ലാവരും കൂടി വലിച്ചു പറിച്ചെടുത്തു കേട്ടോ. അവർ പോയി കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേനും നല്ല മഴ പെയ്തു. മുറ്റത്തൊക്കെ നിറച്ചും വെള്ളമായി. നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ കുടുംബത്തിൽ ആദ്യമായിട്ടിട്ടായ ആൺതരിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ നാൽപ്പുള്ളി എന്ന് പറയുന്നത് നല്ല രീതിയിൽ തന്നെ നടന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഹാപ്പി ആയിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെടുത്ത ഫോട്ടോസ്. അങ്ങനെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് തന്നെ പിരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇഷ്ടമായി വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും. താങ്ക് യു. ബൈ.